ശരിക്കും ഈ കിച്ചണിൽ വന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് അനുമോൾ ജിസയിൽ സംഭവം നല്ലപോലെ സംഭവിക്കാറുണ്ട് എന്നുള്ളത്. ഇത് ശരിക്കും ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ വഴക്കുണ്ടാവുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വരുന്നുണ്ടോ അതിൽ? എനിക്ക് അനുമോളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലാന്ന്. ഫ്രം ഡേ വൺ ഐ വോണ്ട് ടു ബി ഹർ ഫ്രണ്ട്. എൻഡിൽ ഞാൻ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. ഇപ്പം അനുമോൾ എൻ്റെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് പറയാം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതെല്ലാം അവിടെ അല്ലേ ഇട്ടിട്ടാണ് 60 days നമ്മൾ താമസിക്കുമ്പോൾ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം ഉണ്ടായി. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം പ്രണയം ഉണ്ടായി അനുമോളോട്. അതായത് ആദ്യം കണ്ട് ആൾക്കുള്ളില്ലാന്ന് തോന്നിയത് പിന്നീട് ഈ ആൾ കൊള്ളാലോ, നല്ല മനുഷ്യനാണെന്ന് തോന്നിയത്. ആദ്യം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓർത്ത് ഇതെന്നാ ക്യാരക്ടറാണ്, ഇതൊരു ഒരു വിയേർഡ് ക്യാരക്ടറാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത് അയാളുടെ സ്ട്രാറ്റജിയാണ്, മനസ്സുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അയാളോട് സ്നേഹം തോന്നാൻ തുടങ്ങി. കരച്ചിലോളി അനുമോൾ കരഞ്ഞു 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 എത്രയോ കണ്ണുനീര് വീണ അവളുടെ. സങ്കടം വരും ചിലപ്പം, ഇത്രയോ കണ്ണുനീരുണ്ട്. കുലപുരുഷൻ ആൻഡ് കുലസ്ത്രീ. ഷാനവാസ് സീരിയൽ നാടൻ, അനുമോൾ സീരിയൽ നടി, രണ്ടുപേരും കുൽപുരുഷൻ അവിടെ ഉള്ള ഒരാൾ എവിക്ഷനിൽ പോകണമെന്ന് ആണെങ്കിൽ ആരെ ആക്കും? ലക്ഷ്മി. ഓക്കെ. എവിക്ഷനിൽ പുറത്തു പോയ ഒരാൾ തിരിച്ചു കയറ്റണമെന്നുണ്ടെങ്കിൽ ആരെ ചെയ്യും? ശരതപ്പാനി. അപ്പൊ ജിസയിലും പോകുന്നില്ലേ? പോട്ടെ അവൻ ഞാൻ 60 days താമസിച്ചു, പക്ഷെ ശരത് പെട്ടെന്ന് വന്നപ്പോൾ അവൻ പോട്ടെ. സാക്രിഫൈസ് ചെയ്തു അല്ലെ, വിട്ടുകൊടുത്തു. ആൻഡ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ജയിൽ ടാസ്ക് ആണ് അവിടെ അല്ലേ. ആ ജയിൽ ടാസ്കിൽ ഏറ്റവും കിട്ടിയത് നിങ്ങൾക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. എത്ര പ്രാവശ്യം ജയിലിൽ പോയി ഞാൻ. വന്ന ഉടനെ ആദ്യം പൊകഞ്ഞു പൊള്ളിയിൽ 4 ദിവസം പുറത്തു. പിന്നെ ഞാൻ ജയിലിൽ എത്ര ദിവസം, ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന്റെ വീട്ടിന്റെ മുമ്പ് ലൈക്ക് പുറത്ത് കിടന്നത്. അത് കിടന്നിട്ടും എനിക്ക് ആ ടാസ്ക് കിട്ടി, അത് ഉണ്ടാക്കാൻ, വീടിന്റെ ഫോട്ടോ ഉണ്ടാക്കാൻ അതെനിക്ക് അറിയത്തില്ല. എന്നാ വലിയ വണ്ടിയാണ് ഞാൻ. ഈ അതില് എനിക്ക് തോന്നുന്നു ഒനിയിലായിട്ട് പ്രത്യേകിച്ച് ടൈം നോക്കുന്നത്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് ഇതായിരുന്നു എന്നുള്ളത്. അത് ശരിക്കും അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തോ? ശരിക്കും അത് അങ്ങനെ തന്നെ പോയി, അത് ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു? അടുത്ത് ഞങ്ങൾ ഒരു 1.5-2 മണിക്കൂർ കിടന്നു, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ സ്മാർട്ട് ആയിരുന്നപ്പോൾ ആസാൻ കേട്ടില്ലേ രാവിലത്തെ, അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എത്ര സമയമാണ്. അതിന്റെ സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഇച്ചിരി ഞങ്ങള് അതാക്കി. എത്ര സമയം വരെ അത് വരച്ചിട്ടുണ്ടായിരിക്കും? ആദ്യം ഞങ്ങൾ വരച്ചു രാത്രി ഐ തിങ്ക് 2:30 വരെ, പിന്നെ 2:30 4:30 എന്നിങ്ങനെ ഉറങ്ങിന്ന് ഞാൻ ഓർക്കണം. പിന്നെ ഞങ്ങൾ ആസാൻ കേട്ടിട്ട് ഞങ്ങള് പിന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 9:30 വരെ, 10:30 9:30 വരെ ചെയ്ത്. വെരി ഡിഫിക്കൽട്ട്. ഒരു സെക്കൻഡ് ഒരു വെള്ളം കുടിക്കാനും ഇങ്ങനെ കൈ വെക്കണം, മനസ്സിലായില്ലേ? വെരി ഡിഫിക്കൽട്ട്. ഇത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല നമുക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി ബിഗ് ബോസിന് ഞാൻ ഇഷ്ടമേ അല്ല. അല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഷാനവാസ് ആകട്ടെ, വേറെ ഒനിലും ഇഷ്ടമല്ല. അങ്ങനെയാണോ? അതല്ലേ ഞാനും ഒനിൽ ഒരു വീക്കില് ഒരുമിച്ച് പുറത്ത് ഇറങ്ങിയ. അപ്പൊ ബിഗ് ബോസ് ഇവർ രണ്ടുപേരും എന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ഈ വീക്ക് പോകട്ടെ. പക്ഷെ പുറത്ത് കുറെ പേർക്ക് ഇഷ്ടമാണ് എന്നത് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായില്ലേ? ആൾക്കാരെ ഇഷ്ടമാണ്. ഇങ്ങനെ അവിടെ വന്നിട്ട് നേരത്തെ പറഞ്ഞു ലക്ഷ്മിയാണ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ കുറച്ച് അല്ലെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞു. ലക്ഷ്മി അതിന് മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പുറത്ത് ഒരു വിഷയമായിരുന്നു, നൂർ അതിലേക്കെതിരെ എഗെയിൻസ്റ്റ് പറഞ്ഞു. ശരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? ലക്ഷ്മി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓർത്ത് കുറേ മെച്ചോറാണ്, ലൈക്ക് മേ ബി ഷീസ് സ്മാർട്ട്, ലൈക്ക് സ്മാർട്ട് ഇൻ എ വേ, ലൈക്ക് എഡ്യൂക്കേറ്റഡ് സ്മാർട്ട് ടൈപ്പ്. പക്ഷേ എന്താണ് വായെന്ന് വരണത് അവൾക്ക് തന്നെ അറിയത്തില്ല. സ്റ്റേറ്റ്മെന്റ് ചേഞ്ചും ചെയ്തിരിക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ നിവിനായിരുന്നു. നിവിനെ ഒരു ഫെമിനിൻ സൈഡ് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ പറയും എനിക്ക് ഐ ഡോണ്ട് ബിലീവ് ഇൻ പീപ്പിൾ ഹൂ ആർ ഫ്രം LGBTQ. like what sense, who are you to even believe? You don't have to believe. This is the reality of life. So ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ എന്നോടും നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ജയിലിൽ ഒരുമിച്ച് നിന്നപ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടമായി, എനിക്ക് അവളോട് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഞാൻ അവളുടെ കൂടെ ബെഡിലും കിടക്കുമായിരുന്നു. പിന്നെ സഡൻലി അവൾ ഒരു ദിവസം എഴുന്നേറ്റ് ഓർത്ത് ഇനി എനിക്ക് ജിസേലോട് വഴക്കിടണം, അതാണ് എൻ്റെ പുതിയ സ്ട്രാറ്റജി. പിന്നെ എന്നെ ട്രിഗർ ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെയും ആര്യൻ്റെ കാര്യമാകട്ടെ, ലൈക്ക്
ആര്യൻ്റെ എൻ്റെ ഒരു ചെറിയ ചെറിയ ഫൈറ്റ്സ് ഉണ്ട്, ഫൈറ്റ് ലൈക്ക് ഫുഡിൻ്റെ അത് പറഞ്ഞിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഷി വാസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഷി വാസ് നോട്ട് റിയൽ ഫോർ വാട്ട് ഐ ബിലീവ്. ആൻഡ് ശരിക്കും സമയത്ത് നമ്മൾ അൺഫെയർ എവിക്ഷൻ അല്ലായിരിക്കാം, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പുറത്ത് വന്നൊരു സമയത്ത് ഉണ്ടായിരുന്നു ജിസയിൽ എന്തിനിപ്പോൾ പോകുന്നു, സാവ്മാനൊക്കെ ഉണ്ടല്ലോ, സാവ്മാൻ പുറത്തൊക്കെ പോകേണ്ടതായിരുന്നു എന്നുള്ള പൊതുവേ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണോ? അത് പുറത്തോട്ട് വരാത്തണോ? ഒന്നും ചെയ്യുന്നില്ലേ പുള്ളിയോടെ? അല്ല, സാബു എന്ന് വെച്ചാൽ ഒരു സ്വീറ്റ് ഹ്യൂമൻ ബീങ് ആണ്. വെരി സ്വീറ്റ്, വെരി ഹി ഡസ് ഹിസ് ഡാൻസിങ്, ഹീസ് വെരി ഗുഡ് ഇൻ വർക്കൗട്ട്. പക്ഷേ ഇത്ര വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇടപെടുന്ന ആൾ വേണം എന്ന് വെച്ചാൽ വീടിൻ്റെ ഇഷ്യൂ ആകട്ടെ, അതൊന്നെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ യു ഹാവ് ടു ബി വോക്കൽ, അതൊന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ ഹീസ് എ വെരി സ്വീറ്റ് നൈസ് ജെന്റിൽമാൻ, ഹീസ് മൈ ഫ്രണ്ട്, ലൈക്ക് പുറത്ത് വന്നാൽ വിൽ ബി ഫ്രണ്ട്സ്. അത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അവൻ മേ ബി പ്രേക്ഷകർ അവരെ ലൈക്ക് ചെയ്ത് അവനെ, അത് അവർ ഡിസൈഡ് ചെയ്തിട്ട് വോട്ട് തന്നില്ലേ. മേ ബി അവൻ്റെ ലൈക്ക് കുറേ ആൾക്കാർ പറയും അവൻ്റെ ചിരി ആകട്ടെ, അവൻ്റെ ബോഡി ആകട്ടെ, മേ ബി ഹി ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്. സോ ഐ തിങ്ക് ഹി ഡിസേർവ്സ് ടു സ്റ്റേ. ഭയങ്കര സ്വീറ്റ് ഹ്യൂമൻ ബീങ് ആണ് പറയുമ്പോഴും ശരിക്കും അത്തരം ആളുകളെയാണ് ശരിക്കും ബേബിക്ക് വേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പം നോർമലി പറയുന്നൊരു സംഭവമുണ്ട്, ബേബി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രീതിയിലേക്ക് അത്യാവശ്യം ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൺഫിഡൻസ് സംസാരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരാൾ കൂടി, ഇത് റിയാലിറ്റി ഷോ അല്ലേ, അങ്ങനെയുള്ള ആളുകൂടിയും കൂടി വേണം എന്നാണോ തോന്നുന്നത്? ഏതാ ശരി? അങ്ങനെ കൂടി ആൾ വേണം. ബിക്കോസ് നെഗറ്റീവ് ആൾക്കാരെ പ്രേക്ഷകർ വോട്ട് കൊടുത്തില്ല. സോ ഐ തിങ്ക് നൗ ഇൻ BB7 പ്രേക്ഷകർക്ക് സ്വീറ്റ് ആൾക്കാരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പോയി സ്വീറ്റ് അല്ലേ ഇപ്പോ? സ്വീറ്റ് ആണ്, പക്ഷെ ഞാൻ പുറത്ത് പോയപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടി സ്വീറ്റ് ആണോ അതോ കുറച്ച് സ്പൈസി ആണോ? ജിസയിൽ ഏതാന്ന് പറയാൻ ആഗ്രഹം? സത്യം പറഞ്ഞാൽ ഞാൻ സ്വീറ്റ് സ്പൈസി ബോത്ത് ആണ്. ഓക്കെ, ടാങ്കി സ്വീറ്റ് സ്പൈസി. ഓ മൈ ഗോഡ്. യെസ്. അപ്പൊ എന്തായാലും ഞാൻ ഒരു സെഗ്മെന്റിലോട്ട് പോവാണ്. ഓക്കെ, ചൂസ് വൺ. ഒരുപാട് ആലോചിക്കരുത്, പെട്ടെന്ന് പോണം. ഓക്കെ, റെഡി? സോ ഹിന്ദി റാപ്പിഡ് ഫയർ ആണ്. റാപ്പിഡ് ഫയർ. ഓക്കെ. ഹിന്ദി ബിഗ് ബോസ് ഓർ മലയാളം ബിഗ് ബോസ്? മലയാളം ബിഗ് ബോസ്. വൈ? ബിക്കോസ് ഞാൻ ഇത്ര ദിവസം സർവൈവ് ചെയ്ത് പിന്നെ എനിക്ക് ഇത്ര സ്നേഹം കിട്ടി. ആൻഡ് ദിസ് ഇസ് മൈ ഹാർട്ട് ബീറ്റ്. മലയാളി പ്രേക്ഷകർ ഉണ്ട്. അത് ഇവിടെ ഇരുന്ന് മലയാളം ഷോയിലിരുന്ന് പറയുന്നോണ്ടല്ലേ? അല്ല, ബിക്കോസ് ഇതാണ് ഇത്ര ദിവസം താമസിച്ചില്ല. അവിടെ 2.5 വീക്ക് മാത്രം താമസിച്ചായിരുന്നു. പിന്നെ ഇപ്പം ഈ സ്റ്റേജിൽ ഇത്ര സ്നേഹം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ആര്യൻ ഇസ് എ ഗെയിമർ, ആര്യൻ ഇസ് എ ഫ്രണ്ട്? ബോത്ത്. നോ ഒറ്റ ചൂസ് വൺ. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ആര്യൻ ആസ് എ ഫ്രണ്ട് obviously. Okay. But he's good in his game. Okay. ഗെയിമറിനേക്കാൾ ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് അല്ലേ? Right. അല്ല, ഫ്രണ്ട് for me he as a friend matters the most, right? നൂറ ഓ ആദില? ആദില. ബിക്കോസ് ആദിലയുടെ കൂടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സോ അത് ഡെഫിനറ്റ്ലി ആദില ഫോർ മീ. രണ്ടുപേരിലേറെ ബെസ്റ്റ് ഗെയിമർ ആരായിരിക്കും? അത് പറയാൻ പറ്റത്തില്ല. ബട്ട് ആദില വാസ് വെരി ഗുഡ് ഇൻ ടാസ്ക്. ലേറ്റർ എനിക്ക് മനസ്സിലായി. നൂറ ഇസ് ക്യൂട്ട്, ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ. അൺഫെയർ എവിക്ഷൻ, അപ്പാനി ഓർ ജിസേൽ? അപ്പാനി. Seriously? Because Apani deserved to stay for more and he left very early. So കുറേ പെട്ടെന്ന് എവിക്റ്റ് ആയി. അപ്പോൾ എനിക്ക് സങ്കടം വന്ന്, ആസ് എ ഫ്രണ്ട് എനിക്ക് സങ്കടം വന്ന്. ഞാൻ പോയപ്പോൾ സാരമില്ല. ഓക്കെ. ഗെയിമർ നെവിൻ, എന്റർടൈനർ നെവിൻ? എന്റർടൈനർ നെവിൻ. വാട്ട് ഗെയിമർ നെവിൻ? അവൻ ഗെയിമർ അല്ല, അവൻ അങ്ങനെ ഓർക്കണമാണ്. അവൻ ഗെയിമർ ആണ്, അവൻ എന്റർടൈനർ മാത്രമേ ഉള്ളൂ. നല്ലൊരു എന്റർടൈനർ. ഈ എന്റർടൈൻമെന്റ് ഭാഗമായിട്ടാണോ ഈ മോഷണമൊക്കെ നടക്കുന്നത്? ആണോ? അവന്റെ നേച്ചർ എന്ന് വെച്ചാൽ അവനൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്റർടൈൻ ആകും. അതൊരു സ്വാഭാവികമായിട്ട് വരുവാണ്. നാച്ചുറലി ഹി ഈസ് വെരി ഗുഡ് എന്റർടൈനർ. ഓക്കെ. ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവർക്കും വെയിറ്റ് കുറഞ്ഞു, വെയിറ്റ് ലോസ് ഉണ്ടായി, ക്ഷീണമുണ്ട്, പക്ഷെ നെവി മാത്രം തടിച്ചു വരുന്നു എന്നുള്ള സംഭവം നിങ്ങൾ അതിന് മുമ്പ് തോന്നിയായിരുന്നോ? ഇവര് മാത്രം പ്രശ്നമില്ലല്ലോ. ഞാൻ അവിടെ എപ്പോഴും പറഞ്ഞിരിക്കും, നെവിനെ ഇച്ചിരി എക്സസൈസ് ചെയ്യും, നെവിനെ പഞ്ചസാര കഴിക്കാതെ, നിന്റെ വയറ് വരുന്നത്, നീ പൊടി ഞാൻ മഹാബലി ആകട്ടെ, എങ്ങനെയൊക്കെ പറയുന്നത് അവൻ എൻജോയ് ചെയ്യുമായിരുന്നു. And also I think emotionally അവൻ ഡൗൺ ആണ്. അപ്പോൾ food was his comfort. So sometimes when we are emotionally down, ചില ആൾക്കാർ we have coping mechanism. So അവന്റെ coping mechanism was food. പഞ്ചസാര അല്ലെങ്കിൽ അവൻ കുക്കീസ് ഉണ്ടാക്കും. He's a good cook. So that is it. Okay. മുംബൈ മീഡിയ ഓ കേരള മീഡിയ? മീഡിയ ഒരു കാര്യം പറയട്ടെ, ഇവിടുത്തെ മീഡിയ നല്ലതാണ്, പക്ഷേ ആ ക്യാമറ എൻ്റെ ഇവിടെ വെക്കും, എൻ്റെ ചുണ്ട് മാത്രം കാണിക്കത്തുള്ളൂ. അതെനിക്ക് പിടിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പ്ലീസ് ഗൈസ് ഇച്ചിരി ദൂരെ ആയിട്ട് ഫോട്ടോ എടു അല്ലെങ്കിൽ വീഡിയോ എടു, ബിക്കോസ് എൻ്റെ മുഖത്ത് ഇത്ര ക്ലോസ് വന്ന് എൻ്റെ ചുണ്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അത് മാത്രമാണ് ഒരു കാര്യം. അത് മാത്രം, അല്ലെങ്കിൽ ക്ലോസ് വെക്കരുത്. ക്ലോസ് വെക്കണം. മുംബൈയിൽ അങ്ങനെ വെക്കില്ല? മുംബൈയിൽ വെക്കത്തില്ല. ഇല്ല. ഓക്കെ. ആൻഡ്
ഷാനവാസ് or അക്ബർ? Akbar as a friend, Shanawaz, but both like I am attached to both of them. Akbar was from my day one. Akbar ആദ്യം വന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് ആര്യൻ കഴിഞ്ഞിട്ട് അക്ബർ ആയിരുന്നുണ്ട്. അക്ബർ ശരത് ഇവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ലൈക്ക് നോ അക്ബർ ആയിരുന്നു ഫസ്റ്റ്, പിന്നെ ശരത് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ആയത്. ഷാനവാസ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ടാസ്കിൽ അയാൾ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ അയാൾക്ക് മേലാതിരിക്കുമായിരുന്നപ്പോൾ എനിക്കൊരു നാച്ചുറലി ഒരു കെയറിങ് ഇൻസ്റ്റിങ്ക്റ്റ് വന്നതാണ് പൊകഞ്ഞു കൊള്ളിയിൽ. അതുകൊണ്ട് ഞാൻ അയാൾക്ക് ഐ ഹാവ് ടു പ്രൊട്ടക്ട് ഹിം, അതൊരു നാച്ചുറലി എനിക്ക് വന്നപ്പോൾ എനിക്ക് ഐ എം അറ്റാച്ച്ഡ് ടു ബോത്ത് ഓഫ് ദം ഇൻ എ വെരി ഡിഫറെന്റ് വേ. അവിടെ വന്ന സമയത്ത് ഈ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് ഗേൾസിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ജിസൈലിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ലായിരുന്നു എന്ന് പറയും. ജിസൈൽ ഗെയിമറാണ്, ഫിസിക്കൽ ടാസ്കിലും ജിസൈലിന് അത് ഓക്കെ ആയിരുന്നു എന്ന് പറയും. ശരിക്കും അത് ആ സോൺ കറക്റ്റ് കംഫർട്ട് ആണോ ശരിക്കും? എനിക്ക് ഫിസിക്കൽ ടാസ്ക് ആണ് ഇഷ്ടം. പിന്നെ ലേറ്റർ ഓൺ നിങ്ങൾ നോക്കിയാൽ എനിക്ക് ഇത് കൊണ്ടപ്പോൾ ഫിസിക്കൽ ടാസ്ക് ബിഗ് ബോസ് അത്ര തരത്തില്ലായിരുന്നു. അവർ മൈൻഡ് ടാസ്ക് അല്ലെങ്കിൽ ഈ കടലാസ് കൊണ്ട് ഈ പറപ്പുണ്ടാക്കി അതൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഫിസിക്കൽ ടാസ്ക് വേണം, അഗ്രസീവ് ടാസ്ക് വേണം. അപ്പൊ ഞാൻ ബിഗ് ബോസിനോട് കുറെ പറഞ്ഞു പ്ലീസ് അഗ്രസീവ് ടാസ്ക്. എനിക്ക് മഡ് ടാസ്ക് നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് അങ്ങനത്തെ ടാസ്ക് ആണ് ഇഷ്ടം. പക്ഷെ അത് പിന്നെ കിട്ടിയില്ല. ബിക്കോസ് ബിഗ് ബോസ് ഓർത്ത് ഇവള് ഇത്ര ഓൾറെഡി 10 സ്റ്റിച്ചസ് കിട്ടി, ഇനി ഇവൾക്ക് കൊടുക്കണ്ടെന്ന് മേ ബി. പക്ഷെ ഐ തിങ്ക് ദിസ് സീസൺ ഞങ്ങൾക്ക് ആ മഡ് ടാസ്ക് അല്ലെങ്കിൽ ആ ക്യാപ് ടാസ്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫിസിക്കൽ ടാസ്ക് ഒന്നും കിട്ടിയില്ല. ശരിക്കും ഫിസിക്കൽ ടാസ്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ ക്യാപ്റ്റൻ ആവാനേ പറ്റിയില്ല. ഫസ്റ്റ് ആയത് ബിന്നിയായിരുന്നു. അപ്പൊ അതുവരെ ചാൻസസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടായി ഉണ്ടാവില്ല? എന്റെ ബാഡ് ലക്ക് മാത്രം. ബാഡ് ലക്ക് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് 2 weeks എൻ്റെ ടാസ്ക് ഒക്കെ നല്ല വരുന്നില്ലായിരുന്നു, എന്നെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്തോ ഒരു എനിക്ക് അങ്ങനെ പറ്റിയില്ല. പക്ഷെ എനിക്കൊരു ക്യാപ്റ്റൻ ആകാഞ്ഞിട്ട് പറ്റിയില്ല, എനിക്കൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ക്യാപ്റ്റൻ ആവാൻ പറ്റുന്ന എലിജിബിൾ ആയിരുന്നു ജിസൈൽ സ്വയമേ തോന്നുമ്പോ ആണ്. എന്നിട്ട് ശരിക്കും അതാണോ ബാഡ് ലക്ക് തന്നെയാണോ അതോ ഫ്ലൈറ്റ് ഒക്കെ പറപ്പിക്കുന്നതായിരുന്നു കറക്റ്റ് അല്ലേ? അതെ, ഞാൻ കൊച്ചിലെ ഇങ്ങനെ പഠിച്ചില്ല. എനിക്ക് ബോട്ട് ഉണ്ടാക്കാൻ അറിയാം, വെള്ളത്തിൽ ഇങ്ങനെ വെക്കുമായിരുന്നു. പക്ഷെ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് മാറി. എന്നിട്ട് ഫസ്റ്റ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ലേഡീസിന്റെ സൈഡിൽ നിന്ന് പിന്നെ ഞാൻ 4 പ്രാവശ്യം തോറ്റി ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ. എന്തോ എല്ലാവർക്കും ഒന്നിയിൽ തോറ്റിട്ട് ജയിച്ചു, അതില ജയിച്ചു, ബിന്നി ജയിച്ചു, ഞാൻ മാത്രം തോറ്റിട്ട് പുറത്തു വന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നു, എന്ത് ചേഞ്ച്? അങ്ങനെ ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നു. ചില റൂൾസ് ഒക്കെ മാറ്റുമായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു ഇനി എന്നെ പറഞ്ഞിട്ടും ഇനി ഒരു കേൾക്കട്ടെ. അത് തോന്നണം. ഞാനോർത്ത് like I'll give special task as in like vessel ആകട്ടെ അല്ലെങ്കിൽ ബാത്റൂം ആകട്ടെ 4 ആൾക്കാരത്തോട് ഞാൻ ഇങ്ങനെ ഡിസൈഡ് ചെയ്താണ്. ഇനി ഞാൻ കുഴപ്പമില്ല. ശരിക്കും ഈ കിച്ചണിൽ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് അനുമോൾ ജിസയിൽ സംഭവം നല്ലപോലെ സംഭവിക്കാറുണ്ട് എന്നുള്ളത്. ഇത് ശരിക്കും ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ വഴക്കുണ്ടാവുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് വരുന്നുണ്ടോ അതിൽ? എനിക്ക് അനുമോളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലായിരുന്നു. ഫ്രം ഡേ വൺ ഐ വാണ്ടഡ് ടു ബി ഹർ ഫ്രണ്ട്. ഓക്കെ. ബിക്കോസ് ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് അനുമോൾ ഇസ് വെരി ബ്യൂട്ടിഫുൾ അറ്റ്. എനിക്കറിയാം അവളുടെ മനസ്സ്, ഹാർട്ട് നല്ല മനസ്സാണ്. പക്ഷെ എന്തോ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആകാൻ തുടങ്ങി. പിന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പക്ഷെ അത് എൻഡിൽ ഞാൻ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. ഇപ്പം അനുമോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് എനിക്ക് പറയാം എന്നുള്ളത്. അത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതെല്ലാം അവിടെ അല്ലേ ഇട്ടിട്ടാണ് 60 days നമ്മൾ താമസിക്കുമ്പോൾ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം ഉണ്ടായി. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യം പ്രണയം ഉണ്ടായി. അനുമോളോട് തന്നെയാണോ? അനുമോളോട്ട് പ്രണയം ഉണ്ടായി. അതല്ലാതെ ആരോടെങ്കിലും ഉണ്ട്. കുറെ എന്റെ ഫേവറേറ്റ്സിന് എല്ലാം പ്രണയമുണ്ട്. ഓക്കെ. എന്ത് ഐ മീൻ ആരോടെ ഫസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു പ്രണയം ആരോടായിരുന്നു? ആര്യൻ, അക്ബർ, ശരത്, ഷാനവാസ്, നെവിൻ ഓഫ് കോഴ്സ്. പ്രണയമാണോ സ്നേഹമാണോ ഇഷ്ടമാണോ? പ്രണയം സ്നേഹം ഒരുപോലെ അല്ല. പ്രണയം ഡീപ്പാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ എനിക്ക് രണ്ടും ഉണ്ടല്ലോ. ഓക്കെ. ഞാൻ ഇനി
ഇനി അതാണ് തിരിച്ചു പിരിച്ചു മാറ്റല്ലേ. അതെ, ഇപ്രാവശ്യം വന്ന സമയത്ത് മലയാളം ബിഗ് ബോസ് ആണെങ്കിലും എല്ലാ തരം നമ്മുടെ ചാനൽസ് മാറ്റുന്ന പോലെയാണ്. മലയാളം വരുന്നുണ്ട്, ഹിന്ദി വരുന്നുണ്ട്, അല്ലെ, ഇംഗ്ലീഷ് വരുന്നുണ്ട്. സംഭവം എനിക്ക് തോന്നുന്നു അത്തരത്തിൽ കുറെ കൂടിയും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി നല്ലത് ഉണ്ടായത് ആര്യൻ ഉള്ളതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് ശരിയാണ്. ബിക്കോസ് ആര്യൻ വന്ന ഉടനെ ലൈക്ക് ആര്യൻ എന്നെ ജഡ്ജ് ചെയ്തില്ല. അവനെ മനസ്സിലായി ലൈക്ക് ഇവളുടെ മലയാളം ഇച്ചിരി ശരിയല്ല. എല്ലാവരും ഇച്ചിരി എന്നെ ലൈക്ക് എൻ്റെ ഡ്രസ്സ് ആകട്ടെ, എൻ്റെ സംസാരം ആകട്ടെ, എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്ത്. പക്ഷെ ആര്യൻ എന്നെ ജഡ്ജ് ചെയ്തില്ല. അതുകൊണ്ട് ഒരു ഓർഗാനിക് ആയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി നാച്ചുറൽ. ലൈക്ക് മൊമെന്റ് ഐ എന്റേർഡ്, യു ലൈക്ക് ഐ സേ യു ചൂസ് യുവർ പേഴ്സൺ, ഹി വാസ് മൈ പേഴ്സൺ. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ടൊരു പൊസസീവ്നെസ് ഒക്കെ വന്നു ലക്ഷ്മിയുടെ പ്രസൻസിൽ. അത് പൊസസീവ്നെസ് ലക്ഷ്മി ആയിരുന്നപ്പോ വേറെ വല്ല ആയിരുന്നെങ്കിൽ ആയത്തില്ല. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ അല്ലായിരുന്നു. ബിക്കോസ് ലക്ഷ്മി ആദ്യം എന്നെ കൊണ്ട് അടുത്തുന്നല്ലേ, ലൈക്ക് ഷി ഗോട്ട് ക്ലോസ് ടു മീ. പിന്നെ എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത്. പിന്നെ ആര്യനോട് പറയാൻ തുടങ്ങി. ഇപ്പം കണ്ടില്ല നിങ്ങൾ ഷോയിൽ, അവള് ബാക്ക് സ്റ്റാപ്പ് അവനും ചെയ്തു. ഫുഡ് അവിടെ പറയുന്നുണ്ട് ലക്ഷ്മി ആയതുകൊണ്ട് തന്നെ വേറെ ആരെയും കുഴപ്പമില്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ലക്ഷ്മി എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്ത്. അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. പിന്നെ അവളുടെ നോമിനേഷൻ എന്റെ പേരെടുത്ത് തന്നപ്പോൾ റീസൺ എന്താണ് തരണം? ജിസേൽ എന്തോ ഇമോഷണൽ ആകുന്നുണ്ട്, ജിസേൽ ആര്യന്റെ കൂടെ ചെയ്ത് ശരിയല്ല. ഗിവ് എ വാലിഡ് റീസൺ, ഡോണ്ട് ഗിവ് ദീസ് കൈൻഡ് ഓഫ് റീസൺസ്. ശരിക്കും പൊസസീവ്നെസ് ആയിരുന്നോ അതോ ഇൻസെക്യൂർ ആയതാണോ? ഏതാ ശരി? ഇൻസെക്യൂർ അല്ലായിരുന്നു, ഡെഫിനറ്റ്ലി നോട്ട് ഇൻസെക്യൂർ, ബട്ട് ഐ വാണ്ടഡ് ആര്യൻസ് മോർ അറ്റൻഷൻ. സോ മേ ബി ദാറ്റ് ഉണ്ട്. ഞാൻ വന്നപ്പോൾ എഴുന്നേറ്റ് പണം എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്നു, ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇരുന്ന് സംസാരിക്കുക അല്ലേ. ലക്ഷ്മിയുടെ എന്തോ ഒരു വളിച്ച സ്ട്രാറ്റജി ആയിരുന്നു. ബിക്കോസ് ഇപ്പം കണ്ടില്ല, അവൾ എപ്പോഴും അവനോട് വഴക്കണം. അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഞാനും പോയില്ലേ, ഇപ്പം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കെയർ ചെയ്യും, അതൊന്നും ഇല്ല. ഇനി വഴക്കിടാൻ തുടങ്ങി അവനോടും. ആ ലക്ഷ്മിയുടെ സ്ട്രാറ്റജി ഇങ്ങനെ മാറിയിരിക്കും. അവിടെ വന്നിട്ട് ആദ്യം കാണുമ്പോൾ നിന്ന് മാറി ജിസയിൽ ഇറങ്ങുന്ന എവിക്ഷൻ്റെ ഒരു സമയത്തിനോടുള്ളതിൽ ഏറ്റവും ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആരായിരിക്കും? പോസിറ്റീവായിട്ടായിരിക്കും നെഗറ്റീവായിരിക്കും, രണ്ട് രീതിയിലേക്ക് വേണം. അതായത് ആദ്യം കണ്ട് ആൾ കൊള്ളില്ലാന്ന് തോന്നിയത് പിന്നീട് ഈ ആൾ കൊള്ളാലോ, നല്ല മനുഷ്യനാണെന്ന് തോന്നിയത് അനീഷേട്ടനായിരിക്കും. ആദ്യം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓർത്തു ഇതെന്നാ ക്യാരക്ടറാണ്, ഇതത് ഒരു വിയേർഡ് ക്യാരക്ടറാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് അയാളുടെ സ്ട്രാറ്റജിയാണ്, മനസ്സുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അയാളോട് സ്നേഹം തോന്നാൻ തുടങ്ങി. ഓക്കെ, നേരെ തിരിച്ച് നല്ലതാന്ന് തോന്നിയിട്ട് പിന്നെ ആൾ മോശമാണെന്ന് തോന്നിയത് ആരായിരുന്നു? അങ്ങനെ മോശം ആരുമില്ലായിരുന്നു. മോശം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില ലൈക്ക് ഷാനവാസ് ആകട്ടെ, ഞാനോർത്ത് അയാൾ കുറെ ബുദ്ധിമതിയാണ്. പിന്നെ പറഞ്ഞു ബുദ്ധിമതി ഒന്നും അല്ല, ഗെയിമേ മനസ്സിലാവുന്നില്ല അയാൾക്ക്. അങ്ങനെ ഗെയിമേ മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയ ഒരു സംഭവം ഏതായിരുന്നു? ഏത് ടാസ്ക് ആകട്ടെ അയാളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. ഇവൻ എന്നെയാണ് അയാൾ ഓർക്കണത് ഷാനവാസ് വേഴ്സസ് all the contestants. അതാണ് അയാളുടെ ഗെയിം. അങ്ങനത്തെ ഗെയിം അല്ലല്ലോ, അത് അയാൾക്ക് മനസ്സിലായില്ല. പ്രത്യേകിച്ച് സീക്രട്ട് ടാസ്കിലൊക്കെ അത് കൊളവാക്കി എന്നുള്ളത് തോന്നിയത്. അതാണ് എനിക്ക് ആള് പറയുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് പറയുന്നുണ്ട്. യെസ്, അപ്പം എന്തായാലും ആളുകളെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നെ ചിട്ടെടുക്കണം പേരുകൾ തരും. ഓക്കെ, ഇതിൽ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടായിരിക്കും, ഇന്ന ആളെ കുറിച്ചുള്ള പേരുകൾ സംഭവമുണ്ട്. അത് വായിച്ചിട്ട് ആരാണെന്ന് തോന്നുന്നു അവരുടെ പേര് പറയാം, ഞാൻ എന്തുകൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ, ഞാൻ നിങ്ങളെ കൊടുക്കാം, നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, നന്മ വരും, നന്മമരം മരം വരും. ഓക്കെ, ആരെ കുറച്ചുകൂടി നന്മ നല്ല രീതിയിലേക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാരാ? ആരാണ് ഈ നന്മമരം? ആക്ച്വലി സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാ. ചിലപ്പോൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് ആക്കും, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, റിയൽ അല്ല. എല്ലാവരും നല്ലതാണ്, അല്ല നല്ലതാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നന്മ എല്ലാവരുടെ മനസ്സിലുണ്ട്. നല്ലതാണെന്ന് തോന്നിപ്പിക്കാൻ ചെയ്യുന്ന ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, പക്ഷെ നന്മപരമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യും. മേ ബി ലക്ഷ്മി, ബിക്കോസ് ലക്ഷ്മി ആണെങ്കിൽ ആര്യനോട് പറയുമായിരുന്നു, ആര്യൻ നേരെ നടാ, ഇതിങ്ങനെ വയ്യ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആയിപ്പോവും, കുനിഞ്ഞു പോവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനോടത്ത് നല്ല മദർലിയാണ്, നല്ല ഇതുപോലെ. ഇപ്പം ആണെങ്കിൽ ഫുഡും സ്നാച്ച് ചെയ്ത് അവനോട് അടുത്ത്. അപ്പോൾ എവിടെ നന്മ അവളുടെ? കഥവാരൻ, കാൽവാരനാ? കാൽവാരൻ എന്താണ്? കാൽവാരാനാ? അല്ല, നേരത്തെ ലക്ഷ്മി ചെയ്തു എന്ന് പറഞ്ഞ പരിപാടി തന്നെ. കൂടെ നിന്നിട്ട് അവസാനം കളം മാറ്റി അവസരം വരുമ്പോ എല്ലാം കൊണ്ട് പോരുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കാൽവാരൽ, ഐ മീൻ നമുക്ക് ഒപ്പം ഉണ്ടെന്ന് തോന്നും, എന്നിട്ട് വേറെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങോട്ട് മാറും, സ്വിച്ച് ചെയ്യും.
ചിലപ്പോൾ എന്തെങ്കിലും ഡിസിഷൻ എടുത്ത് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. പിന്നെ അത് നെവിനും അങ്ങനെയാണ്. നെവിന്റെ മനസ്സ് അവൻ എപ്പോഴും ചേഞ്ച് ചെയ്തിരിക്കും. നെവിൻ ആണെങ്കിൽ ആദ്യം വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അവരോട് ഒരു അറ്റാച്ച്മെന്റ് വന്ന്, പിന്നെ തിരിച്ച് ഇവിടെ വന്ന്, പിന്നെ അവിടെ വരും. അങ്ങനെ അവരുടെ സ്ട്രാറ്റജിയാണ്. പക്ഷേ അതാണ് ആ കാലം. നമുക്ക് ഒപ്പം ഉണ്ടെന്ന് തോന്നും, പക്ഷേ നമുക്ക് ഒപ്പം ഉണ്ടാവില്ല. സ്വീറ്റ് ഹാർട്ടാ. അപ്പോൾ അത് റോങ് ആയിട്ട് സർക്കാസ്റ്റിക് അല്ല പറഞ്ഞത്. ഓക്കെ. ഐ ലവ് നിക്ക്. ഇതെന്നതാണ് നിങ്ങളുടെ റൈറ്റിംഗ് ഇങ്ങനെ നിങ്ങൾ വെച്ചിരിക്കുന്നത്? ഇതെന്നതാണ്? ഇല്ല, അത് കുറച്ചൊന്ന് ശൈലി, അത് ഫോൺ സ്റ്റൈൽ. എന്താണിത്? ഇത് ഗെയിം ആര്യനോ അല്ലേ? ആണോ? ടാസ്ക് വൈസ് യെസ്. ഓൾസോ മെന്റൽ ടാസ്ക് മാത്രമാണോ? മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. അയാള് ലോ ആയില്ല. എല്ലാവരും നോക്കുമ്പോൾ കറിയും ലോ ആകും. പക്ഷെ ആര്യൻ ജിസയിൽ അനുമോളുടെ വിഷയം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലോ ആയിരുന്നു ഇല്ലേ? ഒന്ന് ആര്യജിസയിൽ വിഷയം, പുതപ്പിന്റെ വിഷയം വന്നപ്പോൾ വന്നു. അതേപോലെ തന്നെ അകത്ത് വെച്ചിട്ട് മുടി വെട്ടണ കേസ് വന്നു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ലോ അല്ല, അതൊരു റിയാക്ഷൻ ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. ഞാൻ ചെയ്യത്തില്ല അല്ല, ചെയ്ത് കഴിഞ്ഞിട്ട് നീ ചെയ്ത് ശരിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു റിഗ്രറ്റ് വന്നോ? റിഗ്രറ്റ് അല്ല, ലോ മീൻസ് ഗെയിമിൽ ലോ ആയിട്ട് ഒരു വീക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ആയില്ല. അവന്റെ ടാസ്ക് ആകട്ടെ എനർജി വൈസ് ഹീസ് ദേർ, കോമഡി ആകട്ടെ ഹീസ് ദേർ. സോ ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് കരച്ചിൽ. കരച്ചിലോളി. കരഞ്ഞു 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 എത്രയോ കണ്ണുനീർ വീണ അവളുടെ. സങ്കടം വരും ചിലപ്പം. ഇത്ര കണ്ണുനീരുണ്ടോ? ഉണ്ട്. ശരിക്കും റിയൽ ആണ് അത്. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളായതുകൊണ്ട് കരയുന്നതാണോ? അത് ഇമോഷണൽ ആണ്. യെസ്. ഓക്കെ, നെക്സ്റ്റ്. കുലപുരുഷൻ ആൻഡ് കുലസ്ത്രീ. ആരെ കുറച്ചുകൂടെ ഇങ്ങനെ കുല പുരുഷനുമുണ്ടോ? ഞാനടുത്ത് കുല സ്ത്രീ മാത്രമുണ്ട്. അല്ലല്ല, കുലപുരുഷനുണ്ട്. ഇതറിയത്തില്ല. ഈ വേർഡ് പുതിയതായിട്ട് വരച്ചു. ഓക്കെ. അപ്പൊ കുലപുരുഷൻ എന്താണ്? അതന്നെ സെയിം അതിന്റെ മെയിൽ വേർഷൻ. അല്ല, കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് ചെയ്യും. ഗോസിപ്പ് ചെയ്യലല്ല ആക്ച്വലി കുലസ്ത്രീ പറയാറുള്ളത്. ഇങ്ങനെ വസ്ത്രധാരണം വെക്കണം, പുറമെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സദാചാരം. പുറമെ നിന്നുള്ള ഇങ്ങനെ പാടില്ല, ഇങ്ങനെ സംസാരിക്കുന്ന. ഷാനവാസ് സീരിയൽ നാടൻ, അനുമോൾ സീരിയൽ നടി, രണ്ടുപേരും കുൽപുരുഷൻ. അയ്യോ സോറി. ഓക്കെ, ആണ് അവർ രണ്ടുപേരാണ്. അത് പറയാൻ പറ്റും, പക്ഷെ സോറി. നോട്ട് ലൈക്ക് ഇൻ എ ബാഡ് വേ, ഇൻ എ ഗുഡ് വേ. കുടുംബിനി. അങ്ങനെ സംഭവം എഴുതിയിട്ടില്ലല്ലോ. കുരുട്ടുബുദ്ധി. ബുദ്ധി കുറച്ച് ക്രൂഡ് ആയിട്ട് ഉള്ളതാരാ? നമ്മളുടെ അക്ബറാണ്. അക്ബറാണോ? കുരുട്ട് ബുദ്ധി എന്ന് വെച്ചാൽ ലൈക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കും, പിന്നെ കാര്യങ്ങൾ വളച്ചു ഒടിക്കും. അങ്ങനെയൊക്കെ ലൈക്ക് കണ്ണിങ് മൈൻഡ് ആണ്. ബട്ട് ഹീസ് എ ഫ്രണ്ട്. കുരുട്ടുബുദ്ധിക്ക് എന്തായിരുന്നു പറഞ്ഞത്? കുലസ്ത്രീ. കുടുംബിനി ആക്കിയില്ലേ? അതാണ് മെയിൻ, ജിസൈലിന്റെ മെയിൻ ഐറ്റം. എന്തായിരിക്കും അത്? ഞാൻ ഹെൽപ്പ് ചെയ്യില്ല. ജിസൈലിന് അവിടെ ഏറ്റവും ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ഡയലോഗിന്റെ വാക്കാണത്. അയ്യോ, അതെന്താണ്? എന്താ ചങ്ങാണോ? അല്ല, ചങ്ങല്ല, ഇത് ഗു ഷൂ. ഷായൊന്നുമില്ല അതില്. ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? ഗു. ഇനി ബാക്കി സിമ്പിൾ അല്ലേ? ഇപ്പോ ഗുണം അല്ല, ഗു എന്താണ്? ഗു വെച്ചിട്ട് ഏറ്റവും ജിസൈലിന്റെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് എന്തായിരിക്കും? ഞാൻ പക്ഷെ അത് ഗുണ്ട. ഓക്കെ, അത് ഗുണ്ടയാവാം, ഗുണ്ടിയാവാം. ഓക്കെ, ഗുണ്ട ആരാണ് അവിടെ? ഇപ്പം അങ്ങനെ ഒരു ഗുണ്ടല്ല, പക്ഷെ ഷാനവാസ് അഗ്രസീവ് ആണ്. ഇപ്പം ഗുണ്ട അവൻ തന്നെയാണ്. ഇങ്ങനെ ഉന്തണ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണാകട്ടെ ചെറുക്കനാകട്ടെ ദേഷ്യം വരുമ്പോൾ എക്സ്പ്ലോഡ് ആകും, എന്തെങ്കിലും പറയും വായെന്ന്. അത് ഷാനവാസ് തന്നെയാണ്. അതായത് മോഷണമാണ് സാറേ മെയിൻ. നെവിനല്ലേ ആണ്. പക്ഷെ നെവിന്റെ കാര്യം എപ്പോഴും പറയാറുണ്ട്. അവിടെ അറിയാത്ത കള്ളനാരാ പുറത്തേക്ക്? അൺറേറ്റഡ് ആയിട്ടുള്ളതാരാ? ഇപ്പം ലൈക്ക് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ ആ സാറ്റർഡേ ലക്ഷ്മി പറഞ്ഞ് ഞാൻ അറിയാതെ കുറെ ഒക്കെ കട്ടി തിന്നു. അപ്പൊ ഞാനടുത്ത് അങ്ങനെയാണ്. അത് സാരമില്ല, ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ ഡെസ്പിറേഷൻ ആണ്. ഹെൽപ്പ് വേണോ? പിന്നെ എന്ത് ഏറ്റവും വേസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ബിഹേവിയർ, അങ്ങനെ ഏറ്റവും വേസ്റ്റ് പ്ലെയർ. വേസ്റ്റ് പ്ലെയർ ഇസ് എ ബാഡ് വേർഡ്, ബട്ട് പ്ലെയറേ അല്ല, അത് നമ്മുടെ സാബുമാനായിരിക്കും. അയാളൊരു
ഒരു ട്രാൻസ് മോഡിലാണ്. ആണ്. ഓക്കെ. ഹീസ് എൻജോയിങ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? എക്സസൈസ് ചെയ്യാണ്, ഡാൻസ് ചെയ്യാണ്, ആൾ actually ഈസി ബ്രീസി കൂൾ ഗായ്. ഹീസ് ഓൺ എ ഹോളിഡേ. ട്രിപ്പ് മോഡിൽ വന്നിരിക്കുക അല്ലേ? അവൻ അങ്ങനെ ഹോളിഡേ അല്ല, പക്ഷെ ടെൻഷനും ഇല്ല. സാറ്റർഡേ സൺഡേ എവിക്ട് ആകാറും ആൾക്ക് ടെൻഷൻ ഇല്ല. ഐ സെഡ് വൺ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ക്യാപ്റ്റൻ ആണ് ഇപ്പോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ പോയിട്ട് അത് ഐ തിങ്ക് സ്ട്രെസ് എടുക്കുന്ന ആൾക്കാരാണ് മനസ്സ് കൊണ്ട് ഇച്ചിരി ഡൗൺ ആണ്. ഈസ് ഗോയിങ് ഈസി ബ്രീസി. ക്യാപ്റ്റനുമായി ഇനി ചിലപ്പോൾ കപ്പടിച്ച് പോകുമ്പോൾ അതും സാമുമാനായിരിക്കും. തോന്നിയോ സാമു വരെ ക്യാപ്റ്റൻ എനിക്ക് ആവാൻ പറ്റില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായോ? അങ്ങനെയല്ല, പക്ഷെ അവനായി അതൊരു എനിക്ക് തോന്നുന്നു അവൻ കപ്പും ജയിക്കുമ്പോൾ എനിക്ക് തോന്നത്തില്ല റോങ് അല്ല, ശരിയാണ്. ബിക്കോസ് മേ ബി ദാറ്റ് വർക്ക്സ്. അവിടെ വന്നിട്ട് ഏറ്റവും മേക്കപ്പ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചു. പക്ഷേ ഭക്ഷണം ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈല് വേറെ സ്ഥലത്തായിരുന്നു. നമ്മൾ കഴിക്കേണ്ട ഒരു ഫുഡ് അവിടെ കിട്ടുന്നുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. കിട്ടുന്നതാണെങ്കിൽ വളരെ കുറച്ചായിരിക്കും, ചിലപ്പോൾ കിട്ടാതെ വരും എന്നുള്ളത്. പിന്നെ ഹൈജീൻ ആണെന്നുള്ള എൻ്റെ വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിങ്ങൾ തമ്മിൽ അല്ലേ? അവിടെ വെച്ചു, മാവ് ഇവിടെ വെച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്നിട്ട് അങ്ങനെ ഏറ്റവും ആർത്തിയോടെ ഇഷ്ടത്തോടെ കഴിച്ച ഫുഡ് എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ പുറത്ത് വന്നപ്പോൾ കഴിക്കാനേ പറ്റിയില്ല. ആണോ? കഴിക്കാൻ പറ്റിയില്ല, എന്തോ ഒരു എങ്ങനെ ആയിപ്പോയി. ഇപ്പം കഴിക്കാൻ നേരത്തെ അത്ര കഴിക്കാൻ പറ്റത്തില്ല, ഇച്ചിരി ദിവസം എടുക്കും. ലൈക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡ് ലൈക്ക് എനിക്ക് ചായ പോലെ കുടിക്കാൻ പറ്റത്തില്ല. ഇപ്പം പാലുള്ള ചായ കുടിക്കാൻ പറ്റത്തില്ല. ലൈക്ക് ഐ എം ഹാവിങ് ബ്ലാക്ക് കോഫി ആൻഡ് ബ്ലാക്ക് ടീ ബിക്കോസ് അങ്ങനെ യൂസ് ടു ടൈ ലൈക്ക് ഫോർ 60 days how many days I was there. അപ്പം ഓക്കെ ആയില്ല നിന്ന്. ഈ പലപ്പോഴും നിന്ന് പുറത്തോട്ട് വന്ന സമയത്ത് കുറച്ച് അബ്നോർമലാണ്, നോർമലാവാൻ കുറച്ച് സമയം എടുക്കുന്നൊക്കെ പറയാം. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്തിലാ ശരിക്കും? ബിഗ് ബോസ് ഹൗസ് ഫുഡ് അല്ലെങ്കിൽ ഇത് മാത്രമല്ല, മെന്റലി ഓൾസോ ഒരു നമ്മൾ എന്തോ ഒരു ചേഞ്ച് ആകും. അപ്പോൾ വെൻ യു കം ഔട്ട് യു ആർ നോട്ട് സ്റ്റേബിൾ. ലൈക്ക് നമുക്കിങ്ങനെ ഫോൺ കിട്ടത്തില്ല ഇത്ര ദിവസം കഴിഞ്ഞിട്ട്, നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. യു ആർ ഓൺ എ ഡിഫറെന്റ് സോൺ ഓൾ ടുഗെദർ. ഇറ്റ് ടേക്സ് ടൈം ഫോർ യു ടു കം ഔട്ട് ആൻഡ് ബി നോർമൽ ആൻഡ് ടു ഫീൽ ദാറ്റ് എവറിഥിങ് ഇസ് ലൈക്ക് നോർമൽ. ബിക്കോസ് നിങ്ങളൊരു ജയിലിലല്ലായിരുന്നു. പിന്നെ ഓൾസോ യു മിസ് people like like you're used to those people, so you kind of miss them, so that is also there. ഈ അകത്താണെങ്കിൽ ഉത്തരം ആര്യനാവും വരാന്ന് എനിക്കറിയാം. ആര്യനല്ലാതെ ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പോൾ മിസ് ചെയ്യുന്ന ആരായിരിക്കും? ഐ തിങ്ക് ആര്യൻ അല്ലാതെ അക്ബറുടെ അവൻ ചിലപ്പം അക്ബർ കുറേ നല്ല നല്ല കാര്യം പറയും. ബിക്കോസ് ഹീ ഈസ് വെരി ഒബ്സർവൻറ്റ്. അപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാവും. ഹീസ് ഒബ്സർവിങ് ദാറ്റ്. ആൻഡ് അവന്റെ പാട്ടാകട്ടെ. സോ അക്ബറിനെയാണ് മിസ് ചെയ്യണത്, ആര്യനല്ലാതെ. ബിഗ് ബോസ് ഒരു സൂപ്പർ പവർ തരുവാണ്. എവിക്ഷനിൽ പോയ ഒരാളെ തിരിച്ചങ്ങോട്ട് കയറ്റാം, ആൻഡ് അവിടെ അകത്തുള്ള ഒരാളെ പിടിച്ച് എവിക്ട് ചെയ്യാം. എങ്കിൽ ആരെ ചെയ്യും? അയ്യോ വേണ്ട, അവർ താമസിച്ചോട്ടെ. അല്ല, ഇത് പറഞ്ഞിട്ട് പേരിലൊക്കെ ആരെ എവിക്ട് ചെയ്യാൻ പോകുന്നില്ല. ചെയ്ത് മതിയായി, ഞാൻ പുറത്ത് വന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ ഉള്ള ഒരാൾ എവിക്ഷനിൽ പോകണമെന്ന് ആണെങ്കിൽ ആരെ ആക്കും? ലക്ഷ്മി. ഓക്കെ. എവിക്ഷനിൽ പുറത്ത് പോയ ഒരാൾ തിരിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ ആരെ ചെയ്യും? ശരതപ്പാനി. അപ്പൊ ജിസയിലും വന്നില്ലേ? പോട്ടെ അവൻ ഞാൻ 60 days താമസിച്ചു, പക്ഷെ ശരത് പെട്ടെന്ന് വന്നപ്പോൾ അവൻ പോട്ടെ. സാക്രിഫൈസ് ചെയ്തു അല്ലെ? വിട്ടുകൊടുത്ത്. കുറച്ചുകൂടി അങ്ങനെയാണോ? ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുകയോ? ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ ഓർത്താലും ലൈക്ക് നല്ലതാണ് ഞാൻ ഇറങ്ങി. അല്ലെങ്കിൽ എനിക്ക് പേടിയായിരുന്നു. സേ വാട്ട് ഇഫ് ഐ ഹാവ് ടു നോമിനേറ്റ്, അങ്ങനത്തെ സ്ഥിതി വന്നാ അക്ബർ അല്ലെങ്കിൽ ആര്യൻ അവരൊക്കെ നോമിനേറ്റ് എൻ്റെ ചങ്ക് പൊട്ടും. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല കാര്യം ഞാൻ പുറത്തു ഉണ്ട്. ഈ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ പണപ്പെട്ടി ടാസ്ക് വരും അല്ലെ? ക്യാഷ് കൊടുത്ത് വെക്കും. സോ അങ്ങനെ വെച്ചിരുന്നെങ്കിൽ, ക്യാഷ് ബോക്സ് വെച്ചിരുന്നെങ്കിൽ ജിസയിൽ എടുത്ത് പുറത്ത് പോകുമായിരുന്നു? സി മണി കാൺട്ട് ല്യൂർ മീ ദാറ്റ് മച്ച്. എനിക്കറിയത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. ബട്ട് മേ ബി ഐ വിൽ ലുക്ക് ജയിക്കണാണ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി. അങ്ങനെ ഒരാള് അവിടെ ഇപ്പൊ ക്യാഷ് ബോക്സ് വെച്ച് അക്ബർ ചെയ്യും. അക്ബർ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അക്ബറിന് ട്രോഫിയും ജയിക്കണം. പക്ഷെ അവൻ പറഞ്ഞായിരുന്നു ലൈക്ക് സർട്ടൻ ലോൺസ് ഉണ്ട്. സോ മേ ബി അക്ബർ ഇസ് സ്മാർട്ട്, സോ മേ ബി ഹി ക്യാൻ ഡു. ബട്ട് ഓൾസോ ഐ തിങ്ക് അനീഷ് ചെയ്യും. ഓക്കെ. അനീഷ് പൊതുവേ അവിടെ വന്നിട്ട് പറയും ഞാൻ കോമണറാണ്, സാധാരണക്കാരെന്ന് പറയും. പക്ഷേ അനീഷ് ആക്ച്വലി മീഡിയ പേഴ്സൺ ആണ്, പുറമെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെ പറയുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തോന്നുന്നു, അതോ റിയൽ ആണോ ശരിക്കും? എന്ത് തോന്നുന്നു? സോ അനീഷ് ഇപ്പം സ്ട്രാറ്റജിയിലാണ്. ഫ്രം ഡേ വൺ ഹീസ് ഇൻ സ്ട്രാറ്റജി. അത് നോക്കി ഞങ്ങൾ കൂടെ ഇരിക്കത്തില്ല, ഒറ്റപ്പെടുത്തായിട്ടിരിക്കും. സംസാരിക്കാനും ഓർത്ത് സംസാരിക്കും. ചില സമയത്ത് സംസാരിക്കത്തില്ല, ചില സമയത്ത് സംസാരിക്കും. പിന്നെ അത്ര ക്ലോസ് വരത്തില്ല. അയാൾ പറയും, അത് അയാളുടെ സ്ട്രാറ്റജിയാണ്. മനസ്സുകൊണ്ട് നല്ല ഹാർട്ടഡ് പേഴ്സൺ ആണ്. പിന്നെ ഞാൻ പുറത്തു വന്ന അയാളുടെ റീൽസ് നോക്കിയപ്പോൾ ഞാൻ ചിരിച്ച് ലൈക്ക് ഐ വാസ് വെരി ഷോക്ക്ഡ്. ബിക്കോസ് അകത്ത് അങ്ങനത്തെ പേഴ്സൺ അല്ല. സോ ഡെഫിനറ്റ്ലി ഹീസ്
That is his strategy that I can tell. ഓക്കെ. Yeah. ആൻഡ് പോയവരിൽ കുറേ പേര് പോയിട്ടുണ്ട് അല്ലേ? ഇത്രയും ദിവസം നിൽക്കുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ആ പോയവരിൽ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കമ്പനി ആരോടായിരുന്നു? ശരത് അപ്പാനി. അപ്പാനിയോടായിരുന്നു. അപ്പാനിയായിരുന്നു എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രണ്ട്സ്. എനിക്ക് നല്ല കമ്പനിയായിരുന്നു. ആയിരുന്നു. ഓക്കെ. ആക്ച്വലി ഈ ഫോണിൻ്റെ പൗച്ച് തിരിച്ച് ഇതെന്താ സ്പെഷ്യൽ? ഇത് ഉള്ളിൽ ഭയങ്കര കുട്ടിത്തലത്ത് എന്തൊക്കെയാ സംഭവങ്ങൾ ശരിക്കും? ഇതൊക്കെ ദിസ് ഇസ് M&M ലൈക്ക് ചോക്ലേറ്റ്സ്, കാൻഡീസ്. ഇതൊക്കെ ഞാൻ ഡയറ്റിലിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കി വായന്ന് വെള്ളം വരാം. ചോക്ലേറ്റ് ലവറാണോ? ഉണ്ട്. ഈ ഡയറ്റിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ഇത് കാണാതിരിക്കാനല്ല മാക്സിമം നോക്കുക. ഇത് അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ തോന്നില്ലേ? ഇത് ക്യൂട്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ഓർത്തിട്ട് ഇത് കണ്ടിട്ട് വയറ് നടക്കും. ഉണ്ട്. ഉള്ളിൽ കുട്ടിത്തുണ്ടോ? ഇപ്പോഴും ആണ്. ബേബി ജിസയിലാണ്. ബേബി ജിസയിലാണ്. ആണ്. അത് മമ്മിക്ക് മാത്രമാണോ അതോ സ്വയം എങ്ങനെയാണോ തോന്നുന്നത്? അത് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം എല്ലാവർക്കും അറിയാം. ഞാനൊരു ലൈക്ക് ഞാനിങ്ങനെ വളർന്ന് മരത്തിന്റെ പോലെ ടോളൊക്കെ ആയി, പക്ഷെ മനസ്സുകൊണ്ട് ഞാനൊരു കുട്ടിയാണ്. അമ്മ വന്നു കഴിഞ്ഞിട്ട് അധികം കേൾക്കാതെ പറഞ്ഞു തന്നൊരു അഡ്വൈസ് എന്തായിരുന്നു? നീ ശരിക്കും ഗെയിം കളിക്കുന്നില്ല, അങ്ങനെയൊക്കെ അഡ്വൈസ്. നീ ഗെയിം കളി, ഇൻഡിവിജ്വൽ കളി, അങ്ങനെ ഉണ്ട്. വിഷയമായി ഈ പുറത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയം അവിടെ അകത്ത് നടക്കുന്നത്, പുറത്ത് വിവാദമായി നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് PR ഇഷ്യൂ ആണ് അല്ലേ? ആ സമയത്ത് എല്ലാവരും കൂടി ആദ്യം അനുമോളിനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇത് എല്ലാവരും അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ജിസൈലിന് അറിയാവുന്ന PR കൊടുത്തവരാരൊക്കെയാണ് ശരിക്കും അകത്ത്? എനിക്ക് പുറത്ത് വന്നിട്ട് ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ബിഗ് ബോസ് കിട്ടിയപ്പോൾ ഞാൻ ഇച്ചിരി ലൈറ്റ്ലി ആയിട്ട് എനിക്ക് കിട്ടി, ഞാൻ പോകാം. മേ ബി കേരളത്തിൽ ഇങ്ങനെ PR എന്ന സംഭവം ഒന്നും ഇല്ലായിരിക്കും ഞാൻ ഓർത്ത്. വന്നിട്ട് അറിഞ്ഞ് ഹിന്ദിക്കാട്ട് കൂടുതൽ PR ആണ്. പക്ഷെ ഞാൻ ഹിന്ദി ചെയ്ത് കുറെ വർഷങ്ങൾ മുമ്പേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ അത്ര നോളജ് ഇല്ലായിരുന്നു. അല്ല ദാറ്റ് വാസ് 2016. സോ അപ്പോൾ അറിയത്തില്ലായിരുന്നു. പക്ഷെ അപ്പം ഞാൻ PR വെച്ചില്ല. കുറെ ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര ദിവസം നിന്നല്ലോ, അതല്ലാതും പിന്നെ ഐ ആം വെരി ഹാപ്പി അബൌട്ട്. അനുമോൾ പറഞ്ഞായിരുന്നു ഞങ്ങളോട്. പിന്നെ ചില ആൾക്കാരെ അറിയാമായിരുന്നു, ബിക്കോസ് ആര്യൻ അനുമോളുടെ PR-നെ അറിയാമായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞായിരുന്നു ഈ വർഷം അനുമോൾ ജയിക്കും, ഇങ്ങനെയൊക്കെ ലൈക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും കേട്ടായിരുന്നു അങ്ങനെ. ശരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അനുമോളിന് അഗെയിൻസ്റ്റ് ആയിട്ട് PR-ന്റെ കാര്യം സംസാരിച്ച് കുറച്ച് പേരുണ്ട്. ശരിക്കും ഈ അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവർക്കും PR ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ആയിരിക്കും, ബിക്കോസ് അനീഷ് ചേട്ടനും PR ഉണ്ട്. അത് കേട്ടിട്ട് എനിക്ക് ഒരു ഷോക്ക്. ഞാനല്ലേ പറയണ, അനീഷ് ചേട്ടൻ ഒരു സ്ട്രാറ്റജിയിലാണ്. അതങ്ങനെ തന്നെ ആള് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ല ഇങ്ങനെ പോയിരിക്കണം. ബിക്കോസ് ഒന്ന് ഓർത്താ 5 വർഷത്തിന്റെ ലീവ് എടുത്തിട്ട് ബിഗ് ബ്രദർ കണ്ടിട്ട് കുറേ അയാളൊരു അക്കാഡമിയിൽ, ഞങ്ങൾ പറഞ്ഞില്ലേ അയാൾക്കൊരു ബിഗ് ബോസ് അക്കാഡമി തുടർന്ന അത്ര ഗെയിം പഠിച്ചിട്ടാണ് വന്നത്. ഉണ്ട്. ആൻഡ് അവിടെ നിന്ന് എല്ലാവരും എവിക്ഷനിൽ വിഷമം വരുമ്പോൾ ഒരാൾ മാത്രമാണ് എവിക്ഷനിൽ വിഷമം ഉണ്ടാവാതിരുന്നത്. എന്നെ പുറത്തു വിടൂ, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചത് രേണുസുതി. അല്ലേ? അപ്പോ നിങ്ങൾ പറഞ്ഞില്ല എന്തിനാ നിങ്ങൾ പോണം എന്ന് പറഞ്ഞ ചോദിച്ചിരുന്നോ? ചോദിച്ചു. ഞാൻ കുറെ പ്രാവശ്യം അവരെ ലൈക്ക് പെപ് ടോക്കും തന്നായിരുന്നു, ലൈക്ക് ടു മേക്ക് ഹർ ഫീൽ ബെറ്റർ. ബിക്കോസ് ഷീസ് ലൈക്ക് അവന് കുഞ്ഞു മകനുണ്ട് അവൾക്ക്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ലഡു കഴിക്കണമായിരുന്നു, അവർക്ക് മധുരം കഴിക്കണം, അതും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരുന്നു. പക്ഷേ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തുള്ള എൻ്റെ പാൻ വിഷയമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടില്ല. പെയിൻ ഇഷ്യൂ അല്ലേ? അത് കൊള്ളത്തില്ലായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കുറെ സങ്കടം വന്നു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലേ? പക്ഷേ ശരിക്കും അത് എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ ആയിരുന്നു ശരിക്കും ഹെയർ ചെയ്ത് എന്തായിരുന്നു ശരിക്കും അത് എക്സ്റ്റൻഷൻ ആയിരുന്നു. പക്ഷേ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആരാണ് പറഞ്ഞത്? അനുമോൾ അല്ലേ? പേന് നിങ്ങളുടെ നെറ്റിൽ നടക്കണം, അത് അവർക്ക് കുറെ വിഷമമായി. എന്ന് വെച്ചാൽ നാഷണൽ ടെലിവിഷനല്ലേ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അവർ കരഞ്ഞു. അപ്പോൾ എനിക്കും കുറെ വിഷമമുണ്ടായി എന്നുള്ളത്. അനീഷനെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കിയിട്ട് എന്തായി? വിജയിച്ചോ? അത് ഞാൻ ഓർത്തില്ല. ആൾക്കാർ കാണും ഉള്ളിലെ കൊറിയോഗ്രാഫ് നല്ല പോലെ ഇവിടെ ഹിറ്റ് ആയിരുന്നു ഡാൻസ് അല്ലേ? ഞാൻ ഓർത്തില്ല അങ്ങനെ. ഞാൻ അനീഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ കാണുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? അത് ഞാൻ പാത്രം കഴിക്കണം, ഇങ്ങനെ പെൽവിക് മൂവ്മെന്റ്, പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ കുറെ സാധനം ലൈക്ക് ഇത് പഠിപ്പിച്ചായിരുന്നു. പക്ഷെ അനീഷ് ചേട്ടൻ ഫണ്ണാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് അനീഷ് ചേട്ടൻ. എനിക്ക് അതിലൊപ്പം സാബുമോനും ജോയിൻ ചെയ്തു അല്ലേ? സാബു ഞാൻ അല്ലേലും ഡാൻസ് ചെയ്യുമായിരുന്നു. സാബുമാൻ ഞാൻ കുറെ ഡാൻസ് അല്ലെങ്കിൽ കുറെ ടോക്ക് ഒക്കെ ചെയ്യുന്നു. ബിക്കോസ് ഹീസ് ലൈക്ക്
സെയിം ലൈക്ക് ഹോമി വൈബാണ് സാബുമാൻ. സോ വി യൂസ്ഡ് ടു ടോക്ക് എ ലോട്ട്. ബട്ട് അനീഷ് ചേട്ടൻ ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കണ്ടാൽ പിന്നെ ഞാനിങ്ങനെ എന്തോ എൻ്റെ അനീഷ് ചേട്ടൻ്റെ ഒരു ഡിഫറെൻറ്റ് ഒരു അതായിരുന്നു വൈബായിരുന്നു. ആൻഡ് ജിസേൽ ബെസ്റ്റ് BB മെറ്റീരിയലാണ് അല്ലേ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലേ? ബ്യൂട്ടി കോൺഷ്യസ് ആണോ? This is my I'm lifestyle conscious. Like, yes, I am a little high maintenance. I maintain myself. So at the ending agate, my nails, my hair, that I've always, because as far as I remember, since I was 14, I've been a model, right? So I take care of myself. So beauty conscious is natural അല്ലേ? ആണ്. കുറേ പേര് ജിസേലിനെ അത്തരത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താ ഇതിൻ്റെ ഒരു റൂട്ടീൻ, എന്തൊക്കെയാണ് സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. സോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താ? ഡെഫിനറ്റ്ലി. സോ ഫോർ മീ, എൻ്റെ സ്കിൻ ആണെങ്കിൽ കുറേ ലൈക്ക് ഐ ഹാവ് എ വെരി തിൻ സ്കിൻ. സോ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ മൈസെൽഫ്. കുറേ എനിക്ക് നോക്കണം. ലൈക്ക് അത് ബട്ട് എവറിഥിങ് സ്റ്റാർട്ട്സ് വിത്ത് നിങ്ങൾ എന്താണ് കഴിക്കണത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ഐ എം എ വെജിറ്റേറിയൻ, എനിക്ക് അത്ര പ്രോട്ടീൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കും. പ്രോട്ടീൻ എന്ന് വെച്ചാൽ പൗഡർ, ബട്ട് ദ ഓർഗാനിക് പ്രോട്ടീൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ C ഈസ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ. സോ അതെടുക്കും ഞാൻ. പിന്നെ കൊളജൻ എടുക്കും. കൊളജൻ ഈസ് വെരി ഗുഡ് ഫോർ വിമൻ. അതെടുക്കും. പിന്നെ ഇച്ചിരി എക്സസൈസ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ഹാഫ് ആൻ അവർ ആകട്ടെ ഇച്ചിരി എക്സസൈസ് ചെയ്യണം. ജിം ആകട്ടെ അല്ലെങ്കിൽ നടന്നോ, അത് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്നാണ് കഴിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ എൻ്റെ ഡയറ്റ് വെരി ക്ലീൻ ആണ്. അല്ലെങ്കിലും വെജിറ്റേറിയൻ ആണ്, പക്ഷേ ഐ സർവൈവ് ഓൺ എ വെരി ക്ലീൻ ഡയറ്റ്. പിന്നെ റൈസ്, റൊട്ടി എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തിന്നാം, പക്ഷെ പോർഷൻ കൺട്രോൾ വേണം. എന്തെങ്കിലും വാരിക്കോരി തിന്നരുത്. ഇത് ഇച്ചിരി തിന്നുക. പക്ഷേ യു നീഡ് ഫൈബർ, യു നീഡ് യുവർ പ്രോട്ടീൻ, യു നീഡ് യുവർ കാർബ്സ്, എവറിഥിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഡോണ്ട് ഗോ ഓൺ എ യോ ഡയറ്റ്. ലൈക്ക് ഞാൻ ഇത് മാത്രം കഴിക്കത്തുള്ളൂ, അത് മാത്രം കഴിക്കത്തുള്ളൂ, അതൊന്നും വേണ്ട. ഇച്ചിരി ബാലൻസ് ഡയറ്റ് കഴിച്ചാൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ യു ഇൻ എ ലോങ് റൺ. ഈ ഡയറ്റിൽ ചീറ്റിംഗ് ഡേ ഉണ്ടോ? സോ ഞാൻ അതുകൊണ്ട് ഡയറ്റ് അത്ര സ്ട്രിക്റ്റ് ഡയറ്റ് അല്ല ഞാൻ ചെയ്യണത്. ബിക്കോസ് എൻ്റെ ഡയറ്റ് ആണെങ്കിൽ അത് ചീറ്റ് ചെയ്യേണ്ട ചെയ്യില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ മോഡലിംഗ് ചെയ്തപ്പോൾ കുറേ വിശന്നിട്ട് ഇരിപ്പുണ്ട്, അത് പണ്ടത്തെ. പക്ഷെ ഇപ്പം ഞാനൊരു ബാലൻസ് ഡയറ്റ് നിന്ന് എൻ്റെ ബോഡി എനിക്ക് മനസ്സിലായി, എങ്ങനെ എൻ്റെ ബോഡി റിയാക്ട് ചെയ്യണം അതെല്ലാം മനസ്സിലായി. സോ അതൊക്കെ ഇപ്പം എനിക്കറിയാം. വാട്ട് സൂട്ട്സ് മീ, ഐ നോ ദാറ്റ്. അജിസേന്റെ പോലെ തന്നെ ഒരു വെജിറ്റേറിയൻ അവിടെ വന്നായിരുന്നു. ആരാ? ജിഷിൻ അല്ലേ? യെസ്, ഉണ്ട്. ജിഷിൻ വന്നിട്ട് അവസാനം ആക്ച്വലി കുക്ക് ചെയ്യുമ്പോൾ വരെ അതിനൊപ്പം നോൺ ചെയ്യരുത്, ഐ മീൻ വെജ് ചെയ്യരുത്, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ശരിക്കും അത്തരം ഷോയിൽ അത്തരം പ്ലാറ്റ്ഫോമിൽ ശരിക്കും അത് ആവശ്യമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ? അത് വേണമെന്നുള്ളത് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റത്തില്ല, ടു ബി ഓണസ്റ്റ്. പക്ഷേ അയാൾക്ക് കുറേ ആൾക്കാർ അവരുടെ അഗേൻസ്റ്റ് ആയിട്ട് കുറേ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് അയാൾക്ക് കുറേ അറ്റാക്കും കിട്ടിയായിരുന്നു. അപ്പോൾ അയാൾ കരയുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു എന്നുള്ളത്. ശരിക്കും ഈ വന്ന സമയത്ത് നമ്മൾ ഉണ്ടാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നമ്മളായിരിക്കുന്ന ഒരു സമയം ഒക്കെ ഉണ്ട്. ഇതൊന്നും മാറിയിട്ടാണ് വരുന്നത്. അതെല്ലാവർക്കും ആ ചേഞ്ചസ് ഉണ്ടാവും ബിഗ് ബോസിൽ വരുമ്പോൾ. പക്ഷേ ജിസേലിൻ്റെ ശരിക്കും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താ? ശരിക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ? മുംബൈയിലാണെങ്കിലും ആരൊക്കെ, എന്തൊക്കെ, എങ്ങനെയാണ്? മൈ ഫാമിലി ഈസ് വെരി സ്മോൾ. സോ ഐ എം ദ ഓൺലി ചൈൽഡ്. ഐ ലോസ്റ്റ് മൈ ഡാഡ് വെൻ ഐ വാസ് വെരി യങ്. സോ ഇറ്റ്സ് മീ, മൈ മദർ ആൻഡ് എൻ്റെ വല്യമ്മച്ചി ഉണ്ടായിരുന്നു. വല്യമ്മച്ചി we used to stay in Kerala, in Alapi. ഇപ്പം അവരുടെ ഡെത്ത് ആയത്. ഇപ്പം നോക്കിയാൽ ഞാൻ മമ്മി മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. വെരി സ്മോൾ ഫാമിലി. പിന്നെ എൻ്റെ ഡോഗ്സ്, മൈ ഡോഗ്സ് ആർ മൈ സിബ്ലിങ്സ്, ദേ ആർ മൈ ഫാമിലി. ഐ ലവ് ദം എ ലോട്ട്. ഈ മോഡലിംഗിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ഒരു വെൽ നോൺ ബിസിനസ് വുമൺ ആണെന്നുള്ള രീതിയിലേക്ക് ഇവിടെ അല്ലേ? എന്താ ശരിക്കും ബിസിനസ് എന്തൊക്കെയാണ്? ജിസേലിനെ അറിയാത്ത സൈഡൊക്കെ ഏതൊക്കെയാണ് ആളുകൾ? സോ എൻ്റെ ഫസ്റ്റ് ബിസിനസ് ഞാൻ തുടങ്ങിയ ഐ വാസ് 24 years old. ഐ ഓൾവേസ് വാണ്ടഡ് ടു, എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്ക് ഒരു ഓൺട്രപ്രനർ ആകാൻ എൻ്റെ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ വർഷം ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടാണ് ഇങ്ങനെ പോയത്. പിന്നെ ഇനിയും ഒരു 3-4 വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഈ ബയോഫ്ലോക്ക് ഫിഷറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, കോൾഡ് സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനും ലൈക്ക് ഇറ്റ് വാസ്, എല്ലാവരും പറഞ്ഞു ഇതെന്താണ് നീ ഈ ആക്ടിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ ഇത് ഡ്രീമാണ്, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് ദിസ്. ആൻഡ് ടച്ച് വുഡ്, ഐ ഡിഡ് വെൽ. It's going well, so I'm proud of myself in that. Yeah. ഇവിടെ വന്ന് തിരിച്ച് ഫ്ലൈറ്റ് എടുത്ത് മുംബൈയിലോട്ട് പോകാൻ നിൽക്കുന്ന ഒരാളാണ് അല്ലേ? ഭയങ്കര ടെമ്പററി ആയിട്ട് അല്ലേ ഇവിടെ നിൽക്കുന്ന ഷൂട്ട്സ് വരുന്നു. എപ്പോഴും തിരിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം, കൊച്ചിയിലോട്ട് മാറണം, അങ്ങനെ ഒരു ആഗ്രഹം വരും? കൊച്ചിൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ താമസിച്ച് എനിക്ക് നല്ല ഫ്രണ്ട്സുമായി, എനിക്ക് ഇഷ്ടമാണ് കൊച്ചിൻ. പിന്നെ ഒബ്വിയസ്ലി ബോംബെ വിടാൻ പറ്റത്തില്ല, ബിക്കോസ് ബോംബെയിൽ എൻ്റെ
ബിസിനസ്സും എല്ലാം ഉണ്ട്. പക്ഷേ ഐ ക്യാൻ ഓൾവേസ് ഇൻസ്റ്റെഡ് ഓഫ് ആലപ്പി ഐ ക്യാൻ സ്റ്റേ ഇൻ കൊച്ചിൻ. സോ ഐ ക്യാൻ ഓൾവേസ് ലൈക്ക് ഐ ക്യാൻ ഡു ബോംബെ കൊച്ചിൻ അങ്ങനെ ചെയ്യാൻ പറ്റും. ആൻഡ് ബിഗ് ബോസ് രൺബീർ കപൂർ ഉണ്ട്, ദീപിക പദുക്കോൺ ഉണ്ട്, ആലിയ ഭട്ട് ഉണ്ട്. രൺബീർ അല്ല, ഇവര് ആര്യനെ കുന്നുകളും രൺബീർ ആക്കി ആക്ച്വലി. സോ അങ്ങനെ പറഞ്ഞിരുന്നു അവിടെ ആരെങ്കിലും പോലെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? ജിസേലിനെ റിസംബ്ലൻസ് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഒരാൾ ആരാണെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. നിവിൻ ആയിരുന്നു അങ്ങനെ. ഓക്കെ. ആര്യനെ പറയുമ്പോൾ എന്താ ഫീൽ ചെയ്തിരുന്നു? ആര്യൻ ഭയങ്കര സീരിയസ് ആക്കിയത് എടുത്തിരുന്നു. ആര്യന് ഇഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്. അവൻ എല്ലാ സ്പോർട്ടിംഗ്ലി ആണ് എടുക്കുന്നത്. അവൻ എങ്ങനെ ദുഃഖമൊന്നും വരത്തില്ല. നല്ല കാര്യമല്ലേ? He's one of the most successful, most handsome guy, so why not? It's a compliment. Okay. And finally, final 5 ആരൊക്കെ ഉണ്ടായിരിക്കും? Okay. Aryan, Akbar, Anish for sure. ഇത് അനുമോൾ, ഷാനവാസ്. എനിക്ക് വേണം ഷാനവാസ് വരട്ടെ. ഓക്കെ. അപ്പോ ആര്യൻ കപ്പ് തൂക്കോ? അത് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഓർഡറിലല്ല പറഞ്ഞത്. എനിക്ക് വേണം ആര്യൻ ജയിക്കണം. ഈ പറഞ്ഞ 5 പേര് ഓർഡറിലാണോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയാണോ? അങ്ങനെ എന്റെ ഇഷ്ടം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആര്യനായിരിക്കും. മൈൻഡ് പറയുന്നത്, മനസ്സ് പറയുന്നത് ആര്യൻ, ബ്രെയിൻ പറയുന്നത് ആര്യ. അല്ല, അത് എനിക്ക് തോന്നണ് അനീഷ് ചേട്ടനായിരിക്കും. ബിക്കോസ് മൈജിയുടെ ബാക്കിംഗ് ഉണ്ട്, പിന്നെ PR ഒക്കെ ഉണ്ട്. പിന്നെ കുറെ എൻ്റെ ആണ്ടികൾ വന്നിട്ട് പറഞ്ഞു അനീഷ് ചേട്ടനാണ് ഇഷ്ടം. അപ്പോൾ ഫാൻസും കുറെ ഉണ്ട്. ഓക്കെ. പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് തോന്നിപ്പിച്ചത് ആരുടെ? അനീഷിനാണ് ആണല്ലേ? ഓക്കെ. അനീഷ് ആയിരിക്കും അല്ലേ? യു നെവർ നോ, ബട്ട് ഐ വാണ്ട് ആര്യൻ ടു വിൻ ബിക്കോസ് ടാസ്ക് വൈസ് ആര്യൻ ഹാസ് ബീൻ ഗ്രേറ്റ്. എല്ലാ ടാസ്ക് ജയിക്കും, ഇപ്പം ജയിക്കുന്നുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ വരിക. കൊച്ചിയിൽ വെച്ച് നമുക്ക് വീണ്ടും ഇത്ര സ്നേഹം കിട്ടി പിന്നെ വരത്തില്ലേ? ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. ബൈ.